നമ്മുടെ അബ്ദുൽ കലാം അടക്കം, ഭാവയടക്കം, അതായത് ആറ്റം ജനറേറ്റ് ചെയ്ത നമ്മുടെ ഭാവയടക്കം എല്ലാവരും ഒന്ന് ഓർമ്മിക്കണം. ആ കാലത്തിൽ നിന്നൊക്കെ നമ്മൾ ഇവരെയൊക്കെ ഓർമ്മിക്കണ്ട. അതെല്ലാം മറച്ചു വിട്ടുകൊണ്ട് സയന്റിഫിക്കൽ ടെമ്പർ എന്ന് പറയുന്ന ആ വാക്കിനെ തന്നെ അന്വർത്ഥമാക്കി നിങ്ങൾ ആലോചിക്കുക. പ്രേക്ഷകർക്ക് അതിലേക്ക് എത്തുന്നതിന് ഞാൻ ചോദിക്കട്ടെ, ഈ സയന്റിഫിക്കൽ ടെമ്പർ പ്രകാരം നമ്മുടെ സയൻസ് മേഖലയിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മുടെ സയന്റിസ്റ്റുകളും മറ്റു പലരും നമ്മുടെ അതായത് ജവഹർലാൽ നെഹ്റുവിന് പ്ലാൻ ചെയ്തതിനു ശേഷം കണ്ടുവന്ന ജനറേഷൻ അത്രയും വർക്കൗട്ട് ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ പരീക്ഷണങ്ങൾ നടത്തി ആയിരക്കണക്കിന് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷം മെല്ലെ മെല്ലെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിയിരുന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കുമായിരുന്നു? നമ്മൾ ഇന്ന് അവകാശപ്പെടുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവുമായിരുന്നു? ഇപ്പോഴും നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പുറകിലാണ്. നമ്മൾ തൊട്ടടുത്ത ചൈനയെക്കാളും നമ്മളൊരു 1000 വർഷം ഇപ്പോഴും പിന്നിലാണ്. ഇപ്പോഴും നമ്മൾ 1000 വർഷം പിന്നിലാണ്. നമ്മൾ സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചാൽ പോലും ചൈനയെക്കാളും സ്വാതന്ത്ര്യ ഇൻഡസ്ട്രിയിൽ നമ്മൾ ബാക്കിലായി, ഹാപ്പിനെസ്സിൽ ബാക്കിലായി, സാമ്പത്തികത്തിൽ എത്രയോ 10,000 മടങ്ങ് ബാക്കിലായി. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു ചർച്ചയ്ക്ക് എടുത്തിട്ട് കാര്യമില്ല. ഞാനത് പറയണം, അതാണ് പറയുന്നത്. ആ സയന്റിഫിക്കൽ ടെമ്പറിന്റെ വികാസമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വികസിപ്പിച്ചെടുത്ത് നമ്മൾ ഇത്രയും മുകളിലെത്തിയതിന്റെ പുറത്തും മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഈ ബ്ലോഗ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് അപ്പോഴും ഇവരെല്ലാവരും ജവഹർലാൽ നെഹ്റു അടക്കമുള്ളത് ഇതേ സമയത്ത് ഒന്നും ഞങ്ങൾ ഓർമ്മിക്കണം. ജവഹർലാൽ നെഹ്റു അന്നത്തെ എല്ലാ ക്ഷേത്രങ്ങൾക്കും, മുൻനിര ക്ഷേത്രങ്ങൾക്കും എല്ലാം നമ്മുടെ ഖജനാവിൽ നിന്ന് ഫണ്ടും കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു മതവിശ്വാസിയായിരുന്നില്ല, ദൈവവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം സയന്റിഫിക്കൽ ടെമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ മതവിശ്വാസിയുമല്ല ദൈവവിശ്വാസിയുമല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്നവർ, ഭാവി കണ്ട് ചെയ്യുന്നവർ. മറ്റവരെല്ലാം അപ്പോഴത്തെ കുറെ ജനങ്ങള് നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഭരിക്കുന്നവരാണ്. അതാരായാലും ആ രീതിയിലോട്ട് നമ്മുടെ 20 വർഷത്തിനകത്ത് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതിൽ ഏത് പാർട്ടിയാണ് മോശക്കാർ? അവരെല്ലാവരും. ഇനി അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസിക് തന്നെ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, വിശപ്പിനെ അകറ്റിക്കൊണ്ട്, എല്ലാ മനുഷ്യർക്കും ഒന്നുമില്ലെങ്കിലും റിച്ച് ആവണം ലോസ് ഒന്നല്ല, എല്ലാ മനുഷ്യർക്കും കയറിക്കിടക്കാൻ ഇടം, ഭക്ഷണം, തുല്യ വിദ്യാഭ്യാസം, സമത്വം, സാഹോദര്യം,